വയനാടൻ വ്ളോഗർ അക്രോസ് ഓൾ ദ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. ഇവരുടെ കമൻറ്റ് ബോക്സിനകത്ത് ഒടുക്കത്തെ നെഗ്ഗാണ്. നെഗ് മീൻസ് വൾഗർ കമൻറ്റ്സ് ഒരുപാട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിനവർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3-4 ദിവസം മുമ്പ് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയുള്ള ഒരു കാഷ്വൽ ടോക്കിനിടയിൽ ഇവരുടെ കാര്യം വന്നു. നീ നോക്കിയോ ഇവരുടെ കമൻറ്റ് ബോക്സിനകത്ത് ലീക്ക് എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്, എന്തോ സീനുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കയറി നോക്കിയ സമയത്തും ഇതേപോലെ വീഡിയോ ലീക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ നൺ ഓഫ് മൈ ബിസിനസ്, മനസ്സിലായോ? അതിൽ അവർ റിയാക്ട് ചെയ്യണം, എന്താണ് വിഷയം എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉള്ളതായിട്ട് ഞാൻ അറിയാമല്ലോ. ഇപ്പോൾ ഇങ്ങനത്തെ കോണ്ടൻറ്റുകൾ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ഈ കാര്യങ്ങൾ ആദ്യം എത്തും. പക്ഷെ അങ്ങനത്തെ ഒരു സാധനം നമ്മൾക്കൊന്നും ഇതുവരെയായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല. അപ്പോൾ ഇത് എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, എന്തുകൊണ്ട് ഇവർ ലീക്ക് ഇട്ടിട്ട് പോകണു എന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല. നോർമൽ കേസിൽ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ക്ലിപ്പ് ഇറങ്ങിയാലാണ് ലീക്ക് എന്ന് പറഞ്ഞിട്ടിട്ട് പോവുക. പിന്നെ എനിക്ക് ഈ പറഞ്ഞ വയനാടൻ വ്ളോഗറിനെ കുറച്ച് കാലമായിട്ട് അറിയാം. ആ ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോഷൻ്റെ സമയത്ത് മാത്രമാണ് അവരുടെ ഒരു സ്റ്റാൻഡിനോട് എനിക്ക് പേഴ്സണലി താല്പര്യമില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നത്. അല്ലാത്ത സമയങ്ങളിൽ ഈ പറഞ്ഞ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഇവരുടെ കോണ്ടൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് ഇവർക്ക് നെഗ്ഗടിച്ച് എക്സ്ട്രീം വൾഗർ കമൻറ്റ് ഇട്ട് പോകുന്ന ആളുകളോടൊക്കെ പരമപുച്ഛവും ഒന്നുമില്ല അവന്മാരോട് പറയാൻ. കാരണം ഇതിനെക്കുറിച്ച് ഞാൻ കോണ്ടൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇവരുടെ തന്നെ കോണ്ടൻറ്റ് വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ ലീക്ക് വന്നപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇവരതിലെന്താണെങ്കിലും പ്രതികരിക്കും. ഓക്കെ, ഇവരതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയും, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത്. പക്ഷേ അതിന് കുറച്ച് സമയമെടുത്തു. എനിക്ക് തോന്നുന്നു അവർ തന്നെ അത് നോട്ടീസ് ചെയ്തത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അവരിപ്പോൾ അതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫൈൻ. ആ വീഡിയോനകത്ത് അവർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതിനെ കുറിച്ചും പറയുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയുടെ അടിയിലും വരുന്ന ഒരു കമന്റാണ് ലീക്ക്ഡ്. ഈ ഒരു കമന്റ് ഞങ്ങൾ എവിടെ നോക്കിയാലും, ഞങ്ങൾ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിലിങ്ങനെ വരുന്നുണ്ട്. ആദ്യം ഞങ്ങൾക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല. അവസാനം അത് ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ കയ്യിൽ എത്തിയപ്പോ ലീക്കായ ഒരു ഫോട്ടോ അത് ആദ്യം ഞാൻ കാണിച്ചു തരാം. അത് ആദ്യം ഒന്ന് കാണിച്ചു. അതെ, ഞങ്ങളത് ഒളിച്ചും പാത്തും കൊണ്ടു നടന്ന ഫോട്ടോ ഒന്നുമല്ല. അത് ആദ്യം കാണിച്ചു തരാം. ഇത് എന്റെ ഇൻസ്റ്റാ ഐ ഡി ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ ഇൻസ്റ്റാ ഐ ഡി ആണ് ഈ ഫോട്ടോ. ഇതൊരു ഫോട്ടോയാണ്. ഫെബ്രുവരി 8 ഞാൻ പോസ്റ്റ് ചെയ്ത എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട ഒരു ഫോട്ടോയാണിത്. ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാരിലേക്കും പ്രചരിപ്പിക്കുന്നത്. ഇന്ന് തന്നെ അക്കൗണ്ട് കിടക്കുന്ന ഫോട്ടോ ആണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇതെല്ലാവരും വിചാരം ഞങ്ങളെന്തോ ഞങ്ങളുടെ ഫോണിൽ അറിയാതെ മിസ്സായതാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ ഒരു 4 വീഡിയോ, അത് ആരുടെയോ ഒരു വീഡിയോ ആണ്, ഞങ്ങളുടേതല്ല. ഒന്നാമത്തെ കാര്യം പറയാം, അത് ഞങ്ങളുടേതല്ല എന്ന് തെളിയിക്കാൻ വേറെ ഒന്നും വേണ്ടതാ. ഞങ്ങളുടെ 2 പേരെ കയ്യിലും ടാറ്റു നോക്കി കഴിഞ്ഞാൽ അത് ഞാൻ പറയട്ടെ, ഒന്നെങ്കിൽ അത് ചെറുതായിട്ട് ഞാൻ പറയല്ലോ, അത് ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നോണ്ടാണ് അത് ഞങ്ങളുടേതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സംഗതി കുറച്ച് സീരിയസ് ഇഷ്യൂ ആണ്. ഫൈൻ. ഇതിനു മുമ്പും ഞാൻ ഇങ്ങനത്തെ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. ബിക്കോസ് കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളുടെ ഫോട്ടോസ് കൊണ്ടുപോയി വെച്ച് മോർഫ് ചെയ്ത് അതിൻ്റെ പേരിൽ കേസും കൂട്ടുമായിട്ട് എനിക്ക് തോന്നുന്നത് ഹെലൻ മാത്രമാണ്. ഓക്കെ, ഡൂഡ് മാത്രമാണ് അതിൻ്റെ പിന്നാലെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ അത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഇവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റം അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഫൈൻ. അപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള നെഗ് വരാം. ഓക്കെ, കമൻറ്റ് ബോക്സിനകത്ത് ചിലപ്പോൾ കണ്ടൻറ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കണ്ടൻറ്റ് ഇഷ്ടമല്ല എന്ന് പറയാം. പക്ഷേ ഇവരിതൊക്കെ ഒരു എക്സ്ട്രീമും കഴിഞ്ഞ് പോയൊരു സീനാണ്. ഇവർ തുടക്ക സമയത്തൊക്കെ ലൈഫിൽ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ ഓരോ പോലെയാണ്, ലൈഫിലെ സിറ്റുവേഷൻ ഓരോ പോലെയാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് റവന്യൂ വരുന്നു, ഒരു വീട് വെക്കുന്നു, ബസ് വാങ്ങുന്നു, അവരുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു. ലൈഫ് സ്റ്റൈൽ മാറുന്നതനുസരിച്ച് അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ ട്രാവലൊക്കെ മാറും, എല്ലാം മാറും. അപ്പോൾ അതൊന്നും എന്താ പറയുക, ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അവിടെയും ഈ പച്ചയ്ക്ക് കൊണ്ടുപോയി എഴുതിയിടുകയാണ്. അതായത് ഭാര്യയെ കാണിച്ച് ഭാര്യയെ വിറ്റ് നീ ഉണ്ടാക്കല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ കോമൻറ്റുകൾ നിങ്ങൾക്ക് ഇവരുടെ കമൻറ്റ് ബോക്സിൽ കാണാൻ പറ്റും. അങ്ങനെ ഇട്ടിട്ട് പോകുന്ന ഒരു കൂട്ടം ആളുകളുടെ മുന്നിലേക്കാണ് ഇവരുടെ ഈ പറഞ്ഞ ഫോട്ടോ വെച്ചിട്ട് ഇവരുടെ വീഡിയോ ലീക്കായി എന്ന് പറഞ്ഞുള്ള പോസ്റ്റുകൾ വരുന്നത്. ആഘോഷിക്കുകയോ ഇല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആഘോഷിക്കില്ല ഇവന്മാർ കമൻറ്റ് ബോക്സിൽ. ആ ആഘോഷമാണ് കമൻറ്റ് ബോക്സിൽ സത്യത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, നോർമൽ രീതിയിൽ ഫേസ്ബുക്കിലാണ് ഇതിൻ്റെ ഒരു കൂടുതൽ എസ്കലേറ്റഡ് ഫേസ് നമുക്ക് കാണാൻ പറ്റുക. ഇത് യൂട്യൂബിനകത്തും ഇൻസ്റ്റാഗ്രാമിനെ ഒക്കെ ഒരു അഗ്രസീവായിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഇവർക്കെതിരെ കമൻ്റ് ഇടുന്നത്. ലിങ്ക് ഉണ്ടോ, ലിങ്ക് ഇടാനുള്ള നൂല് കണ്ടവരുണ്ടോ, വീഡിയോ സെൻഡ് ചെയ്യുമോ, അല്ലെങ്കിൽ DM me ഫോർ ദ വീഡിയോ, ഇങ്ങനെ കുറേ കമൻറ്റുകൾ. പിന്നെ ഇവരുടെ ഈ ഇട്ട വീഡിയോയിനിടയിലുള്ള കുറച്ച് കമൻറ്റുകൾ ഞാൻ വായിച്ചു തരാം. കെട്ടിയോളെ കാണിച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കും, ആദ്യം അത് ഒഴിവാക്കും. നിനക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ കുറേ നല്ലതാണ്
എന്ന്. നിങ്ങൾ മാന്യമായി ഡ്രസ്സ് ഇട്ടാണ് എങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടോ? ഇല്ലല്ലോ. കൊച്ചുകുട്ടികൾ പോലും കണ്ടാൽ പ്രശ്നം ഇല്ലതാ എത്രയോ വീഡിയോ ഉണ്ടല്ലോ. അല്ലാത്ത എന്തോ സാധനം എഴുതിയിട്ടുണ്ട് കേട്ടോ ചങ്ങായി. ഈ മലയാളം വായിക്കാൻ എനിക്കറിയില്ല, അല്ലെങ്കിൽ മലയാളം വായിക്കാൻ എനിക്ക് സീനാണ്. മാന്യമായ രീതിയിൽ ഡ്രസ്സ് ചെയ്തതിനു ശേഷം ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരമാവധി ഒഴിവാകും. അല്ലാതെ സോഷ്യൽ മീഡിയയിലെ മുഴുവൻ പേർക്കെയും കേസ് കൊടുക്കുന്നത് നടക്കുന്ന കാര്യമല്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ചേടാ, അമ്മയാണ് ഫാമിലിയാണ് എന്നൊക്കെ ഇമാതിരി ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആലോചിച്ചില്ലേ? ലെവൻ പറയുന്നു കണ്ടവരെ പിടിക്കുമെന്ന്. എന്തിന് കണ്ടവരെ പിടിച്ച് എന്തിനാ? അവർക്ക് കിട്ടി, അവർ കണ്ടു, പോട്ടെ, സാരമില്ല. 2 ബസ് ആയില്ലേ, ഇനിയും 5-6 കൂടി വാങ്ങണ്ടേ? ഇനി വീഡിയോ ഉണ്ടെങ്കിൽ തന്നെ എന്തും ആയില്ല. ഇപ്പോൾ 2 ബസ് ആയില്ലേ, അത് നമുക്ക് 10 ആക്കാം. ഇങ്ങനെ ഡ്രസ്സിൻ്റെ അളവ് കുറഞ്ഞു എന്നും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ തന്നെ ലീക്കായാലും നിങ്ങൾക്ക് ബസ് വാങ്ങാൻ പറ്റിയില്ലെന്നും ലൈക്കിനും കമൻറ്റിനും വേണ്ടിയിട്ടല്ലേ, ഭാര്യേനെ തുണിയില്ലാതെ കൊണ്ട് നിർത്തിയിട്ടല്ലേ, ഇങ്ങനെ വീണ്ടും സ്ത്രീകളടക്കമുള്ളവർ വീണ്ടും അവരെ നെഞ്ഞെത്തിക്കാൻ പൊങ്കാലിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. എടേ, നിങ്ങളാണ് ഈ അവസ്ഥയിൽ. ഞാൻ നിങ്ങളെ വീട്ടിലെ അമ്മേനെയും പെങ്ങളെന്ന് പറയുന്നില്ല. നിങ്ങളുടെ അവസ്ഥ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങളുടെയാണ് ഈ അവസ്ഥ എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവും ആവണ്ട നിങ്ങൾ. എങ്ങനെ രക്ഷപ്പെടും നമ്മളൊരു ക്യാമറേൻ്റെ കണ്ണിൽ? നിങ്ങൾ പറ, എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? നമുക്കൊരു ക്യാമറ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ഇപ്പോൾ ഒരിക്കലും സാധ്യമല്ല. എല്ലായിടത്തും CCTV ക്യാമറകളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടം പോലെ പരിപാടികളുണ്ട്. അപ്പോൾ നിങ്ങൾ റാൻഡമായിട്ടൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരുത്തൻ, ഇങ്ങനത്തെ മൈൻഡ് സെറ്റുള്ള ഒരുത്തൻ, ചുമ്മാ നിങ്ങളെ ഫോട്ടോ വീഡിയോ ക്ലിക്ക് ചെയ്ത് പോയിട്ട്, ഇപ്പോൾ ഒരുപാട് AI ആപ്പുകളുണ്ട്. നിങ്ങളുടെ മുഖവും നിങ്ങളുടെ ആ ഒരു ഫോട്ടോവും വെച്ചിട്ട് അവർക്ക് ഇഷ്ടം പോലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിടാം. അതിന് നിങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവണമെന്നോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള അങ്ങനെയൊന്നുമില്ല. കണ്ടൻറ് വാല്യൂ, ഈ ഇങ്ങനത്തെ പോൺ വീഡിയോസിന് കണ്ടൻറ് വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖവും സാധനങ്ങളും അതൊന്നുമല്ല. ഇവന്മാർ ഉണ്ടാക്കി കുറിച്ചുള്ള കുൽസിതമാണ്, മനസ്സിലായില്ലേ? അത് ആരെ വെച്ച് ഇവന്മാരുണ്ടാക്കും. അതുകൊണ്ട് നാളെ ഇങ്ങനെ കണ്ടൻറ് ഇടുന്നവരും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ളവർക്ക് മാത്രം വരും. നോ, നിങ്ങൾക്കും വരാം, മനസ്സിലായോ? നിങ്ങളെ മുഖവും വെച്ച് നാളെ ഇതേപോലെ ആരെങ്കിലും ഈ സാധനം എടുത്ത് വിൽക്കാൻ നടക്കാം. അപ്പോൾ നിങ്ങൾ ഇതേപോലെ വന്നിട്ട് കമൻറ്റ് ബോക്സിനകത്തും അല്ലെങ്കിൽ നിങ്ങളോട് ഏതെങ്കിലും ഒരുത്തം വന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? നീ ഇങ്ങനെ നടന്നിട്ടല്ലേ, അല്ലെങ്കിൽ നീ അത് ചെയ്തിട്ടല്ലേ? ഇത് വലിയ സുഖമുള്ള പരിപാടിയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവരോട് ഹെയ്റ്റ് തോന്നാം, ഇവരെ കണ്ടൻറ്റുകൾ ഇഷ്ടമല്ലാതിരിക്കാം. പക്ഷെ ഇവരോട് കാണിച്ച പരിപാടി ചെറ്റത്തരം നെമ്മാടിത്തരം ആണെന്നുണ്ടെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് എഗ്രി ചെയ്യെങ്കിലും വേണ്ട ആളുകൾ. അതുമില്ല. ആ പെണ്ണിന്റെ മുഖമൊന്നും മര്യാദയ്ക്ക് മൊത്തത്തിൽ കാണുന്നില്ല. ഇങ്ങനെ പിടിച്ച എന്തോ ഒരു ഇതാണ് ചെറുതായിട്ട് എവിടെയോ, അതായത് എനിക്കൊന്ന് നെറ്റി എങ്ങാണ്ട് ചെറുതായിട്ട് ഒരു ഫേസ് കട്ട് ഉണ്ട്, അത്രേ ഉള്ളൂ. എഡിറ്റിംഗ് എനിക്കറിയില്ല ഇനിയിപ്പോ എഡിറ്റ് ചെയ്താണോ, പക്ഷെ എവിടെയോ ചെറിയൊരു ഫേസ് കട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കയ്യിൽ ടാറ്റോ, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പല മറുകും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അതപ്പോ നിങ്ങൾക്ക് നമുക്ക് തുറന്നു കാണിക്കാൻ പറ്റില്ല. ഇത് ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോ എന്താ ഗ്രൂപ്പിന്റെ പേര് സ്വർഗവാതില്. ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ്, ആ ഒരു വോയിസ് കേൾപ്പിക്കാം മോസെ, ഒറ്റ വോയിസ് കേൾപ്പിക്ക്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ വിൽക്കുന്നുണ്ട്. ചെറിയ ചെറിയ ചെക്കന്മാരതും. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ്. അതായത് ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത് ചെയ്യുന്നതൊക്കെ 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന ചെക്കന്മാരാണ് ഇതൊക്കെ. ഓരോ ഗ്രൂപ്പിന്റെ പേര് സ്വർഗവാതില്. ഇന്നലെ നോക്കിയപ്പോ എത്ര 938 പേര് ഒരു ഗ്രൂപ്പില്. അതിൽ പകുതി മുക്കാലും ചെറിയ ചെറിയ ചെക്കന്മാരാണ്. നിങ്ങൾ ഈ രക്ഷിതാക്കൾ ആദ്യം ഒരു കാര്യം ചിന്തിച്ചു, ഇപ്പൊ ഫോൺ കൊടുക്കുമ്പോ നിങ്ങൾ ചെക്ക് ചെയ്യും നിങ്ങളുടെ മക്കളെ ഫോണില് ഗ്രൂപ്പ്. ടെലഗ്രാമിൽ ഞങ്ങൾ പൊക്കി, ഫസ്റ്റ് ഞങ്ങൾ അവനോട് പൊക്കണത്, ടെലഗ്രാമിൽ പൊക്കിയിട്ട് തിരുവനന്തപുരം അവനെ പൊക്കിയിട്ട് ഞാൻ. അതായത് ഇതിങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല. അന്ന് സോഷ്യൽ മീഡിയയിലുള്ള കുറെ സ്ത്രീകളെ ഫോട്ടോ മോർഫ് ചെയ്ത സംഗതിയായിട്ട് ഇതിന്റെ വാലും പിടിച്ച് കേരള പോലീസ് ചെന്നില്ല. നമ്മൾ കുറച്ച് പേര് ഇതിന്റെ വാലും പിടിച്ച് ചെന്ന സമയത്ത് ടെലിഗ്രാം ഗ്രൂപ്പിലാണ്, ടെലിഗ്രാമാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു ഹബ്ബ്. അവിടെ കടന്ന് ഈ സാധനങ്ങൾ ഇങ്ങനെ ഓടുന്നുണ്ട്. നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് നമ്പർ എടുത്ത് പോലീസിന് കൊടുക്കേണ്ട അവസ്ഥ. എന്നിട്ട് അതിൽ വല്ല കാര്യമുണ്ടോ? എന്നിട്ട് ഏതോ ഒരുത്തനെ പിടിച്ചു എന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും എവിടെയും നിൽക്കാനും പോണില്ല, ഒന്നും ആവാനും പോണില്ല. അതാണ് എൻഡ് ഓഫ് ദ ഡേ ഇതിൽ സംഭവിക്കുക. കാരണം നമ്മളെ പോലീസും സിസ്റ്റവും സൈബർ സിസ്റ്റവും ബാക്കി പല കാര്യത്തിനും ഭയങ്കര ആക്റ്റീവാണ്, മനസ്സിലായോ? ഇവിടെ സൈബർ സ്പേസിനകത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും അടക്കമുള്ള കുട്ടികളടക്കമുള്ളവർ നേരിടുന്ന ഈ കൈൻഡ് ഓഫ് സാധനങ്ങൾ, അതായത് നമ്മുടെ ഫോട്ടോ ഐഡൻറ്റിറ്റി വെച്ചിട്ട് ഇവർ മോർഫ് ചെയ്തുണ്ടാക്കുന്ന പരിപാടികൾ, ഇത് പിടിക്കാൻ പറ്റണം. ഫിനാൻഷ്യൽ ഫ്രോഡ് പിടിക്കാൻ പറ്റില്ല. അല്ലാതെ ഈ സൈബർ സ്പേസിനകത്ത് സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തിനാണ് ഈ സിസ്റ്റം നമ്മളെ ചുറ്റും വെച്ചിട്ടുള്ളത്? നമ്മളെ ടാക്സിന് പൈസയും കൊടുത്ത് ഇവർ തീറ്റിപ്പോറ്റുക. ഇവരോട് എന്തെങ്കിലും പോയി കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഞങ്ങളെ കൊണ്ടൊന്നും നടക്കുന്നു, നിങ്ങളും വല്ലതും കണ്ടുപിടിച്ച് തരാണെങ്കിൽ ഞങ്ങളെടുത്ത് കൊടുക്കുന്നത്. ഇതാണ് ഇവരുടെ വർത്താനം. ആ സീനാണ് ഇവിടെ.
അതോ ഇനി സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബോർഡ് എഴുതി വെക്കണം. കംപ്ലയിൻറ്റ് കൊടുത്ത് തന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇതിന് പിന്നാലെ പോകാൻ സമയമുണ്ട്. അല്ല ഇത് എന്താ പറയുക, ഇപ്പോൾ ഇവരുടെ ഈ ഇഷ്യൂ സിമിലർ ഇഷ്യൂ ആയിരുന്നു അന്ന്. എത്രയോ കുട്ടികൾക്ക് ഇതേപോലെ അവരുടെ ഫോട്ടോ വെച്ച് മോർഫ് ചെയ്തൊരു സീൻ വന്നിട്ട് ഒന്നും ആവാത്ത. അതിലൊക്കെ എന്താ പറയുക, ഇനീഷ്യലി ഏതെങ്കിലും ഒരു കേസ് വരുന്ന സമയത്ത് ആ കേസിൽ ആളെ പിടിച്ച് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇതാണ് ഇന്ന വ്യക്തിക്ക് ഇന്ന രീതിയിലുള്ള ശിക്ഷകളാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നാളെ ഒരാൾക്ക് പേടിയെങ്കിലും വരും ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ്. അതൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവരെങ്ങാണ്ട് ഇനിയിപ്പോൾ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ഒരുത്തനെ കണ്ടുപിടിച്ച് ഓനെ ഫോൺ വിളിച്ച് ഓനെ പുറത്ത് എക്സ്പോസ് ചെയ്തൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്കെതിരെ കേസ് വരും. പിന്നെ അത് കുട്ടികളാണെന്ന് പറയുന്നുണ്ട്. കുട്ടികളെ പിന്നെ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികൾ നമ്മൾ കുട്ടിക്കാലത്തുള്ള പോലൊന്നുമല്ല. അവർക്ക് എല്ലാ അറിവും അവരുടെ കയ്യിലുണ്ട്. ഓക്കെ, അത് കാലം മാറുന്നതനുസരിച്ച് ഇന്നെവിറ്റബിളായിട്ട് വരുന്നൊരു കാര്യമാണ്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിയമമില്ലേ, കുട്ടികൾക്കെതിരെയും കേസ് എടുക്കാനുള്ള നിയമമുണ്ട്. നിങ്ങൾ കുട്ടികളാണെന്ന് വിചാരിച്ച് വെറുതെ വിടുമ്പോൾ അവർ കാണിക്കുന്ന പ്രവർത്തികൾ കുട്ടികളുടെ കയ്യിലുള്ള പ്രവർത്തികളല്ല. അല്ലെങ്കിൽ കുട്ടികൾ അവരുടെ തന്നെ പ്രായത്തിലുള്ള ഇപ്പോൾ സൊസൈറ്റിയിലുള്ള കുട്ടികൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വേഴ്സ്റ്റ് ആയിട്ടുള്ള പ്രവർത്തി ചെയ്യുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ തലോടി വിട്ടിട്ട് കാര്യമുണ്ടോ? കേസിന് പോകണം. കേസിന് പോയി അത് കൃത്യമായി അഡ്രസ്സ് ചെയ്ത് ആ കുട്ടിക്ക് എന്താണോ ആ കുട്ടി നിയമപരമായിട്ട് ചെയ്ത് തെറ്റ് കേസിലൂടെ മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ അവൻ്റെ കൂട്ടത്തിലുള്ള ഒരു 10 ആൾക്ക് മനസ്സിലാവും നിയമവിരുദ്ധ പ്രവൃത്തിയാണ് ചെയ്യാൻ പാടുള്ളത്. നീ ആദ്യം ഒരു ഞാൻ കേൾപ്പിച്ചു ഒരുത്ത മാപ്പ് പറയുന്നത് ഒരുത്തനല്ല ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്തൊരു പറഞ്ഞാലും തീരൂലെന്ന് എനിക്കറിയാം. ചെറിയ ഞാൻ പറയാം, ഈ ചെക്കന്മാര് പറയുന്ന കാര്യം എന്റെ വീട്ടിൽ അച്ഛനില്ല അല്ലെങ്കിൽ എന്നെ കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നത്. കഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ചില ആൾക്കാർ പറയാ ഇത്ര ലക്ഷം കൊടുത്ത് എന്നെ പഠിപ്പിക്കുന്നുണ്ട്, കഷ്ടപ്പെട്ടിട്ട് ലോൺ എടുത്താ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പുറത്തറിഞ്ഞ എന്റെ വീട്ടുകാരറിഞ്ഞ എനിക്ക് പിന്നെ അങ്ങനെ പല കാര്യങ്ങൾ ചെറിയ ചെക്കന്മാരീ പറയുന്നത്. നിങ്ങൾ രക്ഷിതാക്കളെ മക്കളെ ശ്രദ്ധിച്ചാല് ലൈഫ് ലോങ് കൂടെ ഉണ്ടാവും. ഈ മക്കളൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണിച്ചെന്തെങ്കിലും ആയിത്തീരും. മനസ്സിലാക്കിയോ? കാരണം ഏറ്റവും വിഷമം ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇടുന്ന വീഡിയോസിൽ കംപ്ലീറ്റ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. ഒരുപാട് അക്കൗണ്ടുകൾ വന്നിട്ട് എല്ലാം ഫേക്ക് ഐഡിയ, വീഡിയോ ലീക്ക്ഡ്. അതിന്റെ ഒറ്റ കാര്യം പറയും, മേല് എന്റെ വീഡിയോയുടെ അടിയിലോ അവളുടെ വീഡിയോയുടെ അടിയിലോ വന്ന് ലീക്ക്ഡ് കോപ്പ് എന്ന് പറഞ്ഞ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്, ആരാണോ കമന്റ് ഇടുന്നത് അവന്റെ വീട്ടിൽ ഞാൻ ലൈവ് ഇട്ട് ഞാൻ കയറി വരും. ഒരു മാറ്റം ഉണ്ടാവില്ല. ഇത് ഞങ്ങളുടെതല്ല എന്നുള്ളത് ഞങ്ങൾ തെളിയിച്ച് കാണിച്ചു തരാം. ആ തെളിയിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കമന്റ് ഇട്ടവന്മാര്, ഇത് വിറ്റവര്, ഇത് കണ്ടവര്, ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്റെ മുഖടക്കം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഞാൻ പറയാം എന്റെ കണ്ടന്റ് ഏറ്റവും വലിയ കണ്ടന്റ് അതായിരിക്കും. നിങ്ങൾ ആലോചിച്ചോ? എനിക്ക് സത്യം പറയാം, എനിക്ക് പുറത്തിറങ്ങുമ്പോ എനിക്ക് അത്രയ്ക്ക് സങ്കടം വരുന്നത്. ഒരാൾക്കാർ നോക്കുമ്പോ ഇവരാണോ അല്ലെങ്കിൽ ഇവരങ്ങനെ നമ്മളെ കാണുമോ? ഞങ്ങളുടെ അക്കൗണ്ടിൽ ഒരു ഫോട്ടോ, ആ ഒരു ഫോട്ടോ അതിൽ വെച്ചിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നോണ്ടാണ് ഞങ്ങളുടേതാണത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. സത്യം പറയാം, വെറുതെ വിടൂല. വിടരുത്. ഏജിന്റെ കാര്യത്തിലൊന്നും ഞങ്ങൾ അതൊന്നും പരിഗണിക്കില്ല. ഇത്രയും ഭയങ്കര ധൈര്യത്തോടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയൊരിത്. എല്ലാവർക്കും ഒരു കുഴപ്പമില്ല, ആരും നമ്മളടുത്ത് ചോദിക്കാൻ വരില്ല എന്നുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ. എത്ര പ്രായം കുറവുള്ള മക്കളെന്നറിയോ? എല്ലാ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയാം. ഞാൻ ഒരു ഫാമിലിയാണ്, ഞാൻ ഒരു അമ്മയാണ്. എനിക്കൊരു ഇമേജ് ഉണ്ട്. അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. അത് ഇതെന്ന് പറഞ്ഞിട്ട് വേദന പറഞ്ഞാൽ മനസ്സിലാവൂല. അവനാന്റെ വീട്ടിൽ അവനാന്റെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഈ അവസ്ഥ വരുമ്പോ അന്നേരം മനസ്സിലാവും. ഞങ്ങൾക്ക് കിട്ടിയപ്പോ ഈ ഗ്രൂപ്പ് അതേപോലെ കുറെ നമ്പർ കിട്ടിയിട്ടുണ്ട്, അതേപോലെ കമന്റ് ഇട്ടവന്മാര് കുറെ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നിങ്ങളൊക്കെ വന്ന് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് എവിടെ നിന്ന് സാധനം കിട്ടി. എല്ലാത്തിനും ഒരാളെ ഞങ്ങൾ വിടൂല. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ഇപ്പൊ ഫോണിലൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒറ്റ കാര്യം ആലോചിച്ചോ, നിങ്ങളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് ആരെങ്കിലും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ആ ആളിൽ നിന്നും ഇത് എത്ര പേർക്ക് ഷെയർ ആയിട്ടുണ്ടോ? നിങ്ങൾ ഇനി ഡിലീറ്റ് ചെയ്താലും നിങ്ങൾ അയച്ചവന്മാരെ അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പോലീസുകാർ പ്രത്യേകിച്ച് ഒരു കേസ് കൊടുത്തത് കൊണ്ട് ഈ വിഷയത്തിലൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് മനസമാധാനം കിട്ടാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ച് പോയി ഏതാണോ ഗ്രൂപ്പിൽ നിന്ന് നമ്പർ കിട്ടി അവൻ്റെയൊക്കെ വീട് കണ്ടുപിടിച്ച് അവിടെ പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഇടാം. അപ്പോഴും നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ തലയിൽ വന്നിരിക്കുന്നല്ലാതെ വേറെ അവന്മാർക്കെതിരൊന്നും പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പരിപാടി ആരും എടുക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി ഇവിടെ മൊത്തത്തിൽ കണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ കമൻറ്റ് ബോക്സിൽ വീണ്ടും ഇതേപോലുള്ള കമൻറ്റുകളാണ് ജെനുവിൻ പ്രൊഫൈൽസ് വന്നിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്താ പറയുക, ഇവരെയൊക്കെ പേടിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ഫോട്ടോസ് ഇടാൻ പറ്റില്ല, വീഡിയോസ് ഇടാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയ്ക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാലുള്ള ഒരു ഗതികേട് നിങ്ങൾ ആലോചിച്ചു. എത്രയോ ആൾക്കാർ ഇത് അനുഭവിക്കുന്നുണ്ട്. എത്രയോ ആൾക്കാർ, ചില കുട്ടികൾ അവരുടെ ഏറ്റവും എന്താ പറയുക സന്തോഷമുള്ള മൊമെൻറ്റ്സൊക്കെ ഷെയർ ചെയ്തിട്ടായിരിക്കും ചില അക്കൗണ്ടിൽ ഫോട്ടോ വീഡിയോ ഒക്കെ ഇടുന്നത്. അതുവരെ അടിച്ചു മാറ്റി എടുത്തു കൊണ്ടുപോയിട്ട് ഇതേപോലെ വീഡിയോസും ഫോട്ടോസും ക്രിയേറ്റ് ചെയ്ത് കണ്ട പോൺ സൈറ്റിൽ ഇട്ട് അത് വിറ്റ്
പിന്നെ അത് പ്രചരിപ്പിച്ച് അങ്ങനെ നടക്കുന്ന ഇഷ്ടംപോലെ എണ്ണങ്ങളുണ്ട്. റിവെഞ്ച് തീർക്കാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്. പിന്നെ കുറേ എണ്ണങ്ങളുണ്ട് എടുത്തു വെച്ച് കൊണ്ടുപോയിട്ട് വേറൊരു തന്നെ ട്രാപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ ഫോട്ടോ വീഡിയോ ഉപയോഗിക്കും. നമ്മളവിടുത്തെ സൈബർ നിയമങ്ങൾ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര പോരായ്മ ഉണ്ട്, ഭയങ്കര ലേറ്റാണ്, ഇവിടെ സ്ലോ ആണ്. ഓക്കെ, അതും നേരത്തെ പറഞ്ഞ പോലെ പണവും പൈസയൊക്കെ ഉള്ളതിന് കുറച്ച് സ്പീഡാവും, ഫാസ്റ്റാവും, സ്ട്രോങ് ആവും. അല്ലാത്ത ആളുകൾക്ക് കാര്യമില്ല. ഇപ്പോൾ ഇനി നിങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാന്ന് വിചാരിച്ചോ, നിങ്ങൾ ഇങ്ങനത്തെ ഒരു കേസും കൊണ്ട് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, എല്ലാവരും പറയുന്നില്ല, ചില സൈബർ ഉദ്യോഗസ്ഥർ പറയുക ഇതിലൊക്കെ വന്ന് ഇത് വീഡിയോ ഇടാൻ നിന്നിട്ടല്ലേ, സൈബർ സ്പേസിൽ വന്ന് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ടല്ലേ, ഫോട്ടോ ഇട്ടിട്ടല്ലേ, വീഡിയോ ഇട്ടിട്ടല്ലേ. നമ്മളിതൊക്കെ പേടിച്ച് ഉണ്ടായിരിക്കണം. ഇവർക്ക് ഈ പേരിൽ വെറുതെ ഇരുന്ന് കുറേ ഓഫീസർമാർക്ക് തിന്നുകൊണ്ടിരിക്കുക. പണിയെടുക്കേണ്ടി വരും, നമുക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ പണിയെടുത്ത് തരേണ്ടത്, എടുത്ത് തരില്ല. അങ്ങോട്ട് കേസുമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കായി എന്ത് കുറ്റം. അങ്ങനെ ഒരു സിസ്റ്റമുള്ള നാട്ടിൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ പാടാണ്. ഓക്കെ, എന്തായാലും ലെറ്റ്സ് വയനാടൻ ബ്ലോഗർ അതെങ്ങനെ ഫൈറ്റ് ചെയ്യുന്നുള്ളത്. എന്താണെങ്കിലും കാണിച്ചത് തെമ്മാടിത്തരാണ്. ആരാണെന്നുണ്ടെങ്കിലും ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ലീക്ക് എന്ന് പറഞ്ഞ് ഇടുമ്പോണ്ടല്ലോ, ചെറ്റ കളിയാണ് അതൊക്കെ.